തൊഴിലാളിയെ കടുവ കൊന്ന കാളികാവ് അടയ്ക്കാക്കുണ്ട് റാവുത്തൻകാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. ആടിനെ കൊണ്ടുപോയതായി നാട്ടുകാർ. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ഇവിടെ സ്വകാര്യ തോട്ടത്തിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടുവ കൊന്നത്. റാവുത്തൻകാടിനടുത്ത് താമസിക്കുന്ന ഈശ്വരത്ത് ഫിറോസിന്റെ വലിയ ആടിനെയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 4 മണിക്ക് കടുവ കൊണ്ടുപോയത്. ആടിനെ പിടിക്കുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടുകാർ ആടിന്റെ കരച്ചിൽ കേട്ടിരുന്നു. 4 ആടുകളെ 1 വർഷത്തിനിടെ ഫിറോസിന് നഷ്ടമായിട്ടുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഒരാടിനെ നഷ്ടപ്പെട്ട തൊട്ടടുത്ത ദിവസമാണ് അതേ സ്ഥലത്ത് തൊഴിലാളിയെ കടുവ കൊന്നത്. ഒരു 3 ദിവസം മുമ്പേ ഞാനൊരു 3:30 മണിക്കാണ് ആടോളയും കൊണ്ട് മുകളിലേക്ക് പോണത്. മുകളിൽ കൊണ്ടുപോയി അവിടെ തീറ്റി കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അവിടുന്ന് കുറച്ച് എരുമനെ ഇവിടെ പറമ്പിൽ കെട്ടിയിട്ട് പോയതിന് അതിന് അയച്ചു കെട്ടാൻ വേണ്ടി പോകുന്ന ആടുകൾ അവിടെ നിർത്തിയിട്ട് ആ വൈദ്യരെ വീടിന്റെ തൊട്ടടുത്താണ് ആൾ താമസം ഇല്ലോടത്ത് കോഴി ഫാം ഇല്ലോടത്താണ് ഇറ്റങ്ങൾ ആളില്ലാത്തടത്ത് ഇറ്റങ്ങൾ നിൽക്കുന്നല്ല. അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അപ്പൊ അതുകൊണ്ട് ആ കോഴി ഫാമിന്റെ അടുത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്, കുറച്ച് പന്നി ഫാമിന് വേണ്ടി ലെവലാക്കിയിട്ട സ്ഥലം. ഒരു പകുതി പണിയെടുത്ത് നിർത്തിയതാണ് പന്നി ഫാം. ഈ കടുവന്റെ ശല്യം കൊണ്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവിടെ കൊണ്ടുപോയി വിടാറ് നല്ല തീറ്റീന് അവിടെ ആക്കിക്കാണ്ട് പൊട്ടെന്ന് വരുന്നൊക്കെ ഇറ്റങ്ങൾ കാണുമല്ലോ എന്നില്ല കണക്കൂട്ടിന് അവിടെ വിട്ടു പോകുന്നത് ഞാൻ ഇട്ടുകൊണ്ട് എരുമനെ കെട്ടി ഞാൻ എരുമനെ അയച്ച് വീട്ടിലെത്തിയപ്പോൾ ആടുകൾ ഇവിടെ എത്തി. അതിൽ നോക്കുമ്പോൾ ഒരാട് കുറവാ. അതിൽ ഞാൻ അവിടെ പോയി ആകെ തെരഞ്ഞു, അവിടെ ഒന്നും കാണാനില്ല. അപ്പൊ നോക്കുമ്പോൾ ഈ സാധനത്തിന്റെ എവിടെയില്ല. അപ്പം വീട്ടിൽ തൊട്ടടുത്ത വീടുണ്ട്, ആ വീട്ടിൽ ചെന്ന് വെച്ചപ്പോൾ ഭയങ്കര കാർച്ച് കെട്ടീന് ആടിന്റെ മുകളിൽ. അപ്പൊ തന്നെ ഞങ്ങൾ പറഞ്ഞു ആ സാധനം വന്നിട്ടുണ്ട് തോന്നുന്നു, കൊണ്ടുപോകാണ് തോന്നുന്നൊക്കെ പറഞ്ഞു അവര്. അമ്മച്ചി ഒറ്റക്കുള്ള അവിടെ. അതിന് പോയി നോക്കാനും വയ്യ, ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണോണ്ട് ഓടാനൊന്നും വയ്യാനും. അങ്ങനെ ഞാൻ ആകെ തെരഞ്ഞു. പിന്നെ അവിടെ നിന്ന് നോക്കിയിട്ട് എവിടെ ഒരു പൊടി കാണില്ല. പിന്നെ കാട്ടിലേക്ക് കയറാൻ എനിക്ക് ഭയങ്കര പേടി. എന്താ വെച്ചാൽ ഇത്രയും ചെറിയ വലിയൊരു മനുഷ്യനെ പിടിച്ച് അവിടെ പിന്നെ എത്രയും ആളുകൾ വന്ന് എല്ലാ കളക്ടർ വരെ വന്ന് ഇതൊക്കെ ആയിട്ട് ആ കാട് വെട്ടിത്തെളിച്ച ഇതുവരെ പഞ്ചായത്തുകാർ ഒരു നോട്ടീസ് പോലും ഈ ആളുകൾക്ക് ആർക്കും കൊടുത്തിട്ടില്ല. അവർ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു എന്നല്ലാതെ ഒരു നോട്ടീസ് പോലും ഈ കാട് വെട്ടിത്തെളിക്കാനുള്ള ആളുകൾക്ക് കൊടുത്തിട്ടില്ല. ആ മനുഷ്യനെ പിടിച്ച ആളെ തൊടുത്ത കാട് ഇതുവരെയും വെട്ടിയിട്ടില്ല. അതിന് തൊട്ട് ആളെ കൊണ്ടിട്ടത്ത് പറമ്പത്തെ കാടും അതിന് ശേഷം വെട്ടിയിട്ടില്ല. അതിന്റെ ചുറ്റുവട്ടത്തിലെ 2, 3, 4 ഈ ജോണിച്ചേട്ടൻ, പിന്നെ അതേമാതിരി അമ്പലക്കടുത്തൊരു കാക്കാന്റെ കാട്, അങ്ങോട്ടുള്ള മുകളിലേക്ക് അതിന്റെ അപ്പുറത്തേക്കുള്ള കുറെ കാടുകൾ അതേമാതിരി വെട്ടിക്കിടക്കാനുണ്ട്. ഫുൾ കാടായി കിടക്കാണ്. അതുകൊണ്ട് ഈ സാധനം ഇവിടുന്ന് പോണില്ല. അതിന് കിടക്കാനുള്ള സൗകര്യം ഉണ്ടായതുകൊണ്ട് ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല, ഇത് റവന്യൂ ഭൂമിയാണ്, ഇത് പഞ്ചായത്തുകാരാണ് ചെയ്യേണ്ടത്, അവരോട് സമ്മർദ്ദം ചെലുത്തിയിട്ട് നിങ്ങൾ എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യണം. നിങ്ങൾക്ക് നഷ്ടം വാങ്ങിത്തരാല്ലതേ ഉള്ളൂ. അതിനെന്തെങ്കിലും നിങ്ങൾ അതിന്റെ തെളിവ് എവിഡൻസ്, അതിനും നമ്മൾ എവിഡൻസ് കൊടുക്കണം. ഈ കാട്ടിക്ക് നമ്മൾ എങ്ങനെ പോയി കണ്ട തെരഞ്ഞുകൊണ്ട് എവിഡൻസ് ഉണ്ടാക്കുക? ഇത്രയും വലിയ കാട്ടിൽ ഇതിന്റെ മുന്നേ 3 പോയി. അന്ന് ഇതേമാതിരി ഞാൻ തൊട്ട് താഴെ തന്നെയാണ് ഒരാടിനൊരു കൊന്നിട്ടും 2 എണ്ണത്തിനൊപ്പം കൊണ്ടുപോയി. ആ ഒന്നിനെ കിട്ടിയോണ്ട് എനിക്ക് എവിഡൻസ് കിട്ടി. അതിനെനിക്ക് ഞാൻ ഫോറസ്റ്റിൽ പിന്നെ നഷ്ടപരിഹാരത്തിന് കൊടുത്ത് എനിക്ക് നഷ്ടവും കിട്ടി. ഇങ്ങനെ അതിന്റെ മുന്നേ ഞങ്ങൾക്ക് കുറെ പോയിട്ടുണ്ട്. വൈദ്യരുടെ അതേമാതിരി 10 ആടുകൾ വരെ പോയി. അവർക്ക് ഒരു എവിഡൻസ് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞില്ല. അയാള് ആ ക്രിസ്ത്യനെ നിർത്തി, അയാളടുത്ത് നിന്ന് വാങ്ങിയതാണ് ഈ വലിയ 2 ആടുകളെ അയാൾ ഒഴിവാക്കാന്ന് പറഞ്ഞപ്പോ. അങ്ങനെ ഈ ശല്യം ഇവിടെ തീർന്ന ഇതിന്റെ അധികാരപ്പെട്ട ആളുകൾ ആരാന്ന് വെച്ചാൽ അവർ ഇതിന് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തു തരാനാണ് ഞങ്ങൾക്ക് അവിടെ. അന്ന് എസ്റ്റേറ്റിൽ വലിയ അടിക്കാടുണ്ടായതാണ് കടുവയ്ക്ക് ഒളിത്താവളമായത്. അന്നത്തെ കാട് ഇനിയും വെട്ടിമാറ്റിയിട്ടില്ല. തോട്ടമുടമകൾ കാട് വെട്ടാൻ സന്നദ്ധമാകാത്തതാണ് ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ളത്. സ്വകാര്യ വ്യക്തികളുടെ തോട്ടങ്ങളിലെ കാട് വെട്ടിമാറ്റിക്കാൻ പഞ്ചായത്ത് ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ, അറേബ്യൻ ചിക്കൻ മന്തി, മസാല ഷവായകൾ, ഷവർമ, വിവിധതരം ബർഗറുകൾ, സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.